കണ്ണൂർ എന്നാപ്പ ഇല്ലാത്ത ഇന്ന് ഞാൻ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലായിട്ടാണ് ഉള്ളത്. അതിമനോഹരമായ കുറേ കാഴ്ചകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. പോവാത്തവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് പോകണമെന്ന് പറയും. അപ്പം പലരും ചിന്തിക്കും ഇതറിയാത്ത ആരാളേന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. 50 രൂപയാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് അവിടെ എൻട്രി ഫീസ്. കയറി ചെല്ലുമ്പോൾ തന്നെ മത്സ്യങ്ങളുടെ ഒരു വർണ്ണവിസ്മയ ലോകം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ പൊളിയാട്ടാ. ഒരു കാട്ടുപൂച്ചയൊക്കെ അവിടെ ഉണ്ട്, എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരു ഗുഹേന്റെ അകത്തോട്ട് കയറുമ്പോൾ എന്താ അവിടെ ഉള്ളത്? പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ എന്താ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? കുറേ അധികം പാമ്പുകളല്ലേ. വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടാണ്. എനിക്ക് നല്ല ധൈര്യമുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. പിന്നെ ഇതാ ഓപ്പൺ ആയിട്ടുള്ള ഒരു അലിഗേറ്റർ ഗാറിന്റെ അക്വേറിയം. എന്ത് ഭംഗിയാണെന്നറിയാം. എന്തോ കണ്ട് കുറേ സമയം ഞാൻ അവിടെ നോക്കി നിന്നു. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ കുരങ്ങനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമൊക്കെ കണ്ടു. അപ്പം ഇവർ നമ്മുടെ പൂർവികരായിട്ട് വരുമല്ലോ. പിന്നെ നമ്മൾ വർത്താനം പറയാണ്ട് പോകുന്ന മോശമല്ലേന്ന് വെച്ചാൽ ഞാൻ വർത്താനൊക്കെ പറഞ്ഞെങ്കിലും അവർ നമ്മളെപ്പോലെ നല്ലടോ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാ. പിന്നെ ബേർഡ്സിന്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് എമൂനെയാട്ടാ. എമു മാത്രമല്ല, മൂങ്ങയുണ്ട്, കൃഷ്ണപ്പരുന്തുണ്ട്, കുറേ അധികം മയിലുകളുണ്ട്. അതിമനോഹരമായ കാഴ്ചകളും ഒരു സൈലൻസ് ഒക്കെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴാ പിന്നെയും നമ്മൾ പാമ്പുകളുടെ സെക്ഷനിലേക്ക് എത്തി. ഒരാളത് താഴെ ഇങ്ങനെ കഴുത്തല്ല എനിക്ക് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളാ എന്താ ചെയ്യുക. പിന്നെയും മുന്നോട്ട് പോകെ എനിക്ക് ഏറ്റവും അധികം ഒരു കൗതുകം തോന്നിയൊരു കാര്യം, അതാ വെള്ളം കുടിക്കുന്ന നോക്ക് നല്ല രസമില്ല. ഇഗ്വാന വെള്ളം കുടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് മുതലകളൊക്കെ നല്ല ഉറക്കം കേട്ടോ. ഇവരുടെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. മുന്നോട്ട് പോകെ പുതിയ കുറേ കാഴ്ചകൾ ഞാൻ കണ്ടു. ഈ ബിഗ് 4 എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയും കൂടി എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയേ. ഈ വീഡിയോ അല്ലാണ്ട് എന്നെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ സാറ് നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഒരു പാമ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, അറ്റാക്ക് അല്ല, ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുക, അത് ശബ്ദം പുറപ്പെടുവിക്കുക എന്നൊക്കെ സാറ് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാമ്പ് കടി ഏറ്റാൽ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ നമുക്ക് സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എവിടേക്കാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മുറിവൈദ്യൻ ആളെ കൊള്ളുന്ന കുറേ പരിപാടികളൊക്കെ ഫേക്ക് ആണെന്നുള്ളതും മനസ്സിലായി കേട്ടോ. പിന്നെ കുഞ്ഞൻ പാമ്പുകളുടെ വേറൊരു ലോകം കൂടി അവിടെയുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മൂർഖനൊക്കെ ഇങ്ങനെ മെല്ലെ നടന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെയൊക്കെ കണ്ടിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. പിന്നീടാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇത് മനുഷ്യനല്ലല്ലോ, അവൻ്റെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്കും പോയി. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കിങ് കോബ്രേൻ്റെ പ്ലേസ് കണ്ടു. പക്ഷെ ആൾ നല്ല ഉറക്കമായതുകൊണ്ട് വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫീഡ്ബാക്ക് ഒക്കെ നോട്ട് ചെയ്യാൻ ഒരു പ്ലേസും കൂടിയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.